പ്രകൃതിക്ഷോഭങ്ങളുടെയും ദുരന്തങ്ങളുടെയും വാർത്തയിലൂടെയാണ് കഴിഞ്ഞ 2-3 ദിവസങ്ങളായി കേരളം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വയനാടിലേക്കാണ് ലോകം മുഴുവൻ ശ്രദ്ധ കൊടുത്തിരിക്കുന്നതും. രാജ്യം കണ്ട, കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തമായി വയനാട് മാറിയിരിക്കുകയാണ്. എന്നാൽ കോഴിക്കോട് നടന്ന മറ്റൊരു ഉരുൾപൊട്ടലിലേക്ക് ഒരുപക്ഷെ മാധ്യമ ശ്രദ്ധ വേണ്ട രീതിയിൽ എത്തിയിട്ടില്ല എന്ന് തന്നെ പറയാം. കോഴിക്കോട് നിന്നും ഇപ്പോൾ കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഗ്ലോബൽ ഡയറക്ടറായ ഫാദർ ഫിലിപ്പ് കവീലച്ചൻ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ്. അച്ഛാ നമസ്കാരം. നമസ്കാരം. അച്ഛാ, വയനാട് ദുരന്തമാണ് മാധ്യമങ്ങൾ മുഴുവൻ. എല്ലാ അപ്ഡേറ്റുകളും വയനാട് നടന്ന ദുരന്തത്തെക്കുറിച്ചാണ്. എന്നാൽ അതേസമയം തന്നെ കോഴിക്കോട് നടന്ന വിലങ്ങാട് ഉരുൾപൊട്ടൽ മാധ്യമങ്ങളിലൂടെ പുറലോകം കൂടുതൽ അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. അച്ഛനിപ്പോൾ അവിടെ സന്ദർശിച്ചിട്ട് വരാണ്. എന്താണ് അച്ഛൻ അവിടെ ഉണ്ടായിരിക്കുന്നത്? സമാനതകളില്ലാത്ത ദുരന്തത്തിന്റെ ദിനങ്ങളിലൂടെയാണ് കേരളം, പ്രത്യേകിച്ച് ഈ മലബാർ പ്രദേശം ഈ ദിവസങ്ങളിലൂടെ കടന്നു പോകുന്നത്. വയനാട്ടിൽ സംഭവിച്ചതിനെ കുറിച്ച് നമുക്കൊന്നും പറയാൻ സാധിക്കാത്ത വിധം ഭീകരമാണത്. പക്ഷേ ഇന്ന് ഞാൻ കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലുള്ള താമരശ്ശേരി രൂപതയിൽപ്പെട്ട വിലങ്ങാട് എന്ന പ്രദേശം സന്ദർശിക്കുകയായിരുന്നു. ഈ വിലങ്ങാട് പ്രദേശത്തുള്ള മഞ്ഞക്കുന്ന് എന്ന സ്ഥലത്ത് 13 കുടുംബങ്ങൾ വലിയ അപകടത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. ഈ കുടുംബങ്ങളെ രക്ഷപ്പെടുത്തിയത് ഒരു മത്തായി സാർ എന്ന് പറയുന്ന നല്ല മനുഷ്യനായിരുന്നു. അദ്ദേഹം രാത്രി 1 മണിയോടെ പ്രത്യേക സ്വരം കേട്ട് പ്രകൃതിയിൽ വന്ന ഭാവവ്യത്യാസങ്ങൾ തിരിച്ചറിഞ്ഞ് ഓടിച്ചെന്ന് അവിടെയുള്ള 13 കുടുംബങ്ങളിലും കയറി ഇറങ്ങി അവരോട് അവിടുന്ന് മാറി താമസിക്കണമെന്ന് പറഞ്ഞു. അവര് മറ്റൊരു സുരക്ഷിത സ്ഥലത്തേക്ക് എത്തിച്ച ശേഷം ഇദ്ദേഹം മടങ്ങി പോരുന്ന വഴിക്ക് നിർഭാഗ്യമെന്ന് പറയട്ടെ, ഈ വലിയ ഉരുൾപൊട്ടലില് അദ്ദേഹത്തിന് ജീവൻ നഷ്ടപ്പെടുകയായിരുന്നു ഉണ്ടായത്. ഈ 13 കുടുംബങ്ങളിലും ആൾനാശം ഉണ്ടായില്ലെങ്കിലും അതിഭീകരമായ നാശനഷ്ടങ്ങളാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. ഞാൻ ആ സ്ഥലത്ത് പോയി നിന്ന് കണ്ടതാണ്. അവിടെ ഒരു യുദ്ധഭൂമി പോലെയാണ്. അതിനൊക്കെ അപ്പുറത്തെ ഒരു ബോംബ് പൊട്ടിയതുപോലെയോ ഒക്കെയാണ് കിടക്കുന്നത്. വലിയ പാറക്കഷ്ണങ്ങളും അഗാധമായ ഗർത്തങ്ങളും അവിടെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ്. മനുഷ്യവാസം സാധ്യമല്ലാത്ത വിധത്തില് ഈ 13 കുടുംബങ്ങളുടെയും ഒരു പുരുഷായുസ് മുഴുവൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ച എല്ലാ സ്വത്തും വീടും സർവ്വതും നഷ്ടപ്പെട്ടു. നിരാലംബരായ മനുഷ്യര്. അവര് ഇപ്പോൾ ക്യാമ്പിലാണ് ഉള്ളത്. ഞാൻ ആ ക്യാമ്പ് സന്ദർശിച്ചു. ആ സ്കൂളിലാണ് ഉള്ളത്. ആ സ്കൂളിൽ പോയി കണ്ടു. അവരൊക്കെ കരഞ്ഞുകൊണ്ട് അവരുടെ പ്രയാസങ്ങൾ അറിയിക്കുകയാണ് ചെയ്തത്. നഷ്ടപ്പെട്ടു പോയ, ജീവൻ നഷ്ടപ്പെട്ട മാത്യു സാറിന്റെ അദ്ദേഹം ഈ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പാണ് കണ്ടെത്താൻ സാധിച്ചത്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ മൃതസംസ്കാരം നടക്കുകയായിരുന്നു. ഞാൻ അദ്ദേഹത്തിന്റെ മൃതസംസ്കാരത്തിന് അടുത്ത് പോയി സമയത്ത് പോയി പ്രാർത്ഥിച്ച് തിരികെ വരികയാണ്. പ്രിയപ്പെട്ടവരെ, ഈ പ്രദേശം പൊതുജന ശ്രദ്ധയിലേക്ക് പെട്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. വയനാട്ടിലെ സമാനതകളില്ലാത്ത ദുരന്തത്തിന്റെ പശ്ചാത്തലത്തില് ഈ പ്രദേശത്തെ ഈ 13 കുടുംബങ്ങളുടെ കാര്യം ലോകം അറിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് പൊതുജനവും മാധ്യമങ്ങളും ഈ പ്രദേശത്തേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ഇനി ഇവരെ പുനരധിവസിപ്പിക്കുവാൻ ശക്തമായ ഇടപെടലുകൾ ആവശ്യമാണ്. കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തില് സാധ്യമാകുന്ന എല്ലാ സഹായങ്ങളും ഇവർക്ക് കൊടുക്കുവാൻ ഞങ്ങൾ തയ്യാറാണ്. ഗവൺമെന്റ് അധികാരികളോട് ചേർന്ന് നിന്ന് നമ്മുടെ ഈ സഹോദരങ്ങളെ നമുക്ക് പുനരധിവസിപ്പിക്കണം. പുതിയതായിട്ട് അവർക്ക് സ്ഥലം കണ്ടെത്തണം. ആ സ്ഥലത്ത് നല്ല വീടുകൾ വെച്ചു കൊടുക്കണം. ഇനി തുടർ ദിനങ്ങളിൽ അവർക്കൊന്നുമില്ലാത്ത അവസ്ഥയാണുള്ളത്. അവർക്ക് ജോലി ചെയ്യാൻ പോലും സാധിക്കാത്ത ഒരു മാനസിക അവസ്ഥയിലേക്ക് അവരെത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ വലിയ ദുരന്തത്തിന്റെ ഭീകരമായ ഓർമ്മകൾ അവരെ ഇപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് സൈക്കോളജിക്കൽ ആയിട്ടുള്ള സപ്പോർട്ട് നമുക്ക് കൊടുക്കണം. സാമ്പത്തികമായ പിന്തുണ നമുക്ക് ഓരോരുത്തരും കൊടുക്കണം. കേരളീയ സമൂഹം ഒന്നാകെ ഉണർന്നെണീറ്റ് ഈ കുടുംബങ്ങളെ സംരക്ഷിക്കണമെന്നാണ് എനിക്ക് പറയുവാനുള്ളത്. തീർച്ചയായിട്ടും വെച്ചാൽ വയനാട് നടന്ന ദുരന്തത്തിൻ്റെ പുറകെയാണ് കേരളം മുഴുവൻ മാധ്യമങ്ങളും. എങ്കിലും 13 പേരുടെ കുടുംബം മുഴുവൻ ദാരുണമായി നഷ്ടപ്പെട്ട അവസ്ഥയിൽ കഴിയുന്നൊരു കാര്യം മാധ്യമങ്ങളിലേക്ക് എത്തിയിട്ടില്ല, പുറലോകം അറിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ഇപ്പോൾ നേരത്തെ അച്ഛൻ പറഞ്ഞ മാത്യു സാറിൻ്റെ കാര്യം, ഈ മാത്യു സാറ് 13 കുടുംബങ്ങളെയോളം ഈ ഒരു ഉരുൾപൊട്ടലിൽ നിന്ന് രക്ഷപ്പെടുത്തി അതിൽ നിന്ന് അദ്ദേഹം ജീവൻ പൊലിഞ്ഞ കാര്യവും മാധ്യമങ്ങളിലോ പുറലോകമോ അറിഞ്ഞിട്ടില്ല എന്നത് ഏറെ വേദനാജനകമാണ്. എന്നാലും താമരശ്ശേരി രൂപത ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് അവിടെ ചെയ്യുന്നത്?
അഭിമന്യ റെമിജിയസ് പിതാവ് തന്നെ നേരിട്ട് സ്ഥലത്തെത്തി ഈ സ്ഥിതിഗതികൾ നിരീക്ഷിക്കുകയും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു. താമരശ്ശേരി രൂപതയിലെ ബഹുമാനപ്പെട്ട വൈദികരുടെ നേതൃത്വത്തില്, സന്നദ്ധ പ്രവർത്തകരുടെ നേതൃത്വത്തില് സാധ്യമാകുന്ന എല്ലാ സഹായങ്ങളും ചെയ്യുന്നുണ്ട്. അഭിമന്യ പിതാവ് തന്നെ പറഞ്ഞു, ഇവര് ഈ അതിരൂപതയുടെ ഭാഗമാണ്. ജാതിമത വ്യത്യാസമില്ലാതെ അവരെ എല്ലാവരെയും ചേർത്ത് പിടിച്ച് ക്രിസ്തീയ സ്നേഹത്തിന്റെ പശ്ചാത്തലത്തിൽ അവർക്ക് വേണ്ടി ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കും. അതിനായിട്ട് മറ്റുള്ളവരുടെ സഹായവും അഭിമന്യ പിതാവ് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അഭിമന്യ റാഫേൽ തട്ടിൽ പിതാവ്, മേജർ ആർച്ച് ബിഷപ്പ്, അദ്ദേഹം ഈ പാവപ്പെട്ട ആളുകളുടെ, ദുരിതബാധിതരായ ആളുകളുടെ കാര്യത്തിൽ സജീവമായി ഇടപെടുന്നുണ്ട്. സിറോ മലബാർ സഭ ഒന്നടങ്കം ഉണർന്നെണീറ്റ് ഈ സഹോദരങ്ങൾക്കൊപ്പം നിൽക്കുകയും സാധ്യമായ വിധത്തിലെല്ലാം അവരെ സഹായിക്കണമെന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അഭിമന്യരായ സിനഡ് പിതാക്കന്മാരെല്ലാവരും ഈ ദുരിതാശ്വാസ പ്രവർത്തനത്തിലുള്ള പിന്തുണ, അകമഴിഞ്ഞ പിന്തുണ ആഹ്വാനം ചെയ്യുകയും സഭാ മക്കളോട് ഒരുമിച്ച് നിന്ന് അവരെ സഹായിക്കണമെന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് സംഘം ഈ ഒരു വാർത്തയിൽ ഇപ്പോൾ കോഴിക്കോട് എത്തിച്ചേർന്നിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾ അവരവിടെ നിന്ന് ഉടനെ റിപ്പോർട്ട് ചെയ്യുകയാണ്. എന്തായാലും ഇത്ര നേരം അച്ഛൻ ഞങ്ങളോട് പ്രതികരിച്ചു, അവിടുത്തെ കാര്യങ്ങൾ ഞങ്ങളോട് പറഞ്ഞതിന് ഒരുപാട് നന്ദി. കത്തോലിക്ക കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങൾ ഏറെ പ്രശംസനീയമാണ്. വയനാട് ദുരിത മേഖലയിൽ കത്തോലിക്ക കോൺഗ്രസിൻ്റെ പ്രവർത്തകർ പ്രവർത്തിക്കുന്നു. അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ അവിടുത്തെ ജനറൽ സെക്രട്ടറി, പ്രസിഡന്റ് എല്ലാവരും ഞങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും ഒരുപാട് നന്ദി അച്ഛാ. താങ്ക് യു.